ചേച്ചിമാരോട് ബൈ ബൈ പറയടാ. പിന്നെ കാണാം. ഇനി വീഡിയോ കാണണമെന്ന് പറ. എന്നാ ശരി, ഓക്കെ. ഞങ്ങളീ പോകുന്നത് കേരള അഡ്വഞ്ചറസ് ട്രോഫി സീസൺ 7 സൈറ്റിലേക്കാണ്. അവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകണം. 2 സുഹൃത്തുക്കളും ഉണ്ട്, പിന്നെ ചാരോട്ടനുണ്ട്, നയനയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളത് കാണാമെന്ന് വെച്ചിട്ട് ഇത്ര അടുത്ത് വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അത് വളരെ നഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെയുള്ള പ്രോഗ്രാം കാണാമെങ്കിൽ ഇടുക്കിയൊന്നും പോയിട്ട് എന്തായാലും കാണത്തില്ല. അപ്പോൾ നമ്മൾ അവിടത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ നാട്ടിലുള്ളൊരു പാറക്കുളം. ഇത് നല്ല വേനലിലും വെള്ളം ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ ഒരുപാട് പേര് ഇവിടത്തേക്ക് കാണാനായിട്ട് വരും. നല്ല വേനലിൽ വരും. നല്ലൊരു കുളം മാതിരി ഉണ്ടാവും, പാറക്കുണ്ട് എന്നാണ് പറയുക കേട്ടോ, ഇരുമ്പയിൽ പാറക്കുളം. അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. നല്ല റോഡാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള റോഡ് അടിപൊളി റോഡാണ്. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് എടക്കോം മടന്തട്ട് എന്ന് പറയും, ചപ്പരപ്പടവ് മടന്തട്ടിലെത്തും കേട്ടോ. ഈ റോഡ് നേരെ ചെന്ന് പിന്നെ അവിടുന്ന് ചപ്പാരപ്പടവ്, ആലക്കോട് അങ്ങോട്ട് അടുത്തായി. സൈഡ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസിന് വേണ്ടിയിട്ട് ഉള്ളിലേക്കുള്ള റോഡിലേക്ക് വണ്ടികൾ വിടുന്നില്ല. അങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. വണ്ടി വെച്ച് പിന്നെ ഇവിടുന്ന് ഓട്ടോ സർവീസ് ഉണ്ട് ഫ്രീ ആയിട്ട്. സംഘാടക സമിതി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓട്ടോ സർവീസ് 500 മീറ്ററിൽ ഓടുന്ന നടക്കാൻ. അതിൽ പോകാൻ താല്പര്യമില്ലാത്തവർ നടക്കാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ. ഓട്ടോ ടിപ്പ് സർവീസ് ഉണ്ട്. അല്ലാതെ ചെറിയ നാട്ടുകാരുടെ ബൈക്സ് അങ്ങനെയൊക്കെ വിടുന്നുണ്ട് ഉള്ളിലേക്ക്. ഇതൊരു ഉൾനാടാണ്. ഇവിടെ എങ്ങനെ ലൊക്കേഷൻ ഇവിടെ എത്തിപ്പെട്ടതെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്കെല്ലാം ഇത് കാണാനൊരു ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് ആ കാണുന്ന ടവർ ഉണ്ടോ, അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ നടന്നോളാം, വണ്ടിയിൽ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നു പോവുക ചെയ്തത്. നമ്മളിപ്പോൾ നടക്കുന്ന വഴിയിൽ തന്നെ കുറേ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ മോഡിഫൈഡ് ഇവിടെ ജിപ്സി, ജിമ്നി അങ്ങനെയുള്ള വണ്ടികളൊക്കെ കണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഈ വണ്ടി കണ്ടില്ലേ, അതേപോലെയുള്ള വണ്ടികളിലാണ് ഇവിടെ ഷട്ടിൽ സർവീസ് നടത്തുന്നത്. നമ്മുടെ മുന്നിലും കുറേ പേരുണ്ട്, അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളോട്ട് പോകാനുണ്ട്. ഒരു ഉൾനാടൻ പ്രദേശമാണ്. ഇവിടെ എങ്ങനെ ഇവർ സൈറ്റ് കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് പൊതുവെ കുറവാണ് സാഹസിക പ്രകടനങ്ങളൊക്കെ. വണ്ടികളുടെ സാഹസിക പ്രകടനങ്ങളൊക്കെ കുറവ് കണ്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ലൊക്കേഷൻ അവിടെ ഒരു ഗേറ്റ് ഇടത്തോട്ടിയുണ്ട്. അത് വയലിൽ 2-3 ട്രാക്കുണ്ട്. വയലിലുണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്, കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ. അവിടെ കാടുകൾ ഉള്ള ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടത്തേക്കാണ് നമുക്ക് ജിപ്സി ഉണ്ട്, ജീപ്പുണ്ട്, ജിമ്മിയുണ്ട്, അങ്ങനെ വണ്ടികളെല്ലാം കണ്ടിട്ടുണ്ട്.
ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് എല്ലാവർക്കും അതിശയത്തോടുകൂടി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആൾക്കാരാണ്. സ്ത്രീകളും ഈ സൈഡ് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളാണ്. ഇവരൊക്കെ കോമ്പറ്റീഷൻ വന്നതെന്ന് തോന്നുന്നു. ഒരു കമ്പനിയുണ്ട്, ഈ രാജസ്ഥാൻ മോട്ടോഴ്സ് ആണ് വൺ ഓഫ് ദ സ്പോൺസർ. ഇതിന് കുറേ സ്പോൺസേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് മണി വന്നിട്ട് 12 lakh അങ്ങനെ എന്തോ ആണ്. കറക്റ്റ് അറിയത്തില്ല. 12 lakh ആണെന്ന് എൻ്റെ അറിവ്. പ്രൈസ് മണി കാറ്റഗറി ഉണ്ട്. XUV കാറ്റഗറി ഉണ്ട്. കുറേ കാറ്റഗറി ഉണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. പോയിട്ട് കാണാമെന്നുള്ള കണ്ടീഷനിലാണ്. ചെറിയ ചെറിയ ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട്. വേറെ കൂടുതൽ വണ്ടികൾ അവർ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. അവർക്ക് ഈ പാരൻസ് ആക്സസ് ബ്ലോക്ക് ആവും. അതുകൊണ്ട് വണ്ടികൾ കുറവായിട്ട് ഇതിലേക്ക് സൗണ്ട് ഹുക്ക് ചെയ്തിട്ട് പൊക്കാൻ വേണ്ടിയിട്ട് എല്ലാം ട്രാക്ടേഴ്സ്. പിന്നെ ഇങ്ങനെയുള്ള വണ്ടികളിലാണ് ഹിഞ്ചസ് ഉണ്ടാവും. ഹിഞ്ചസ് മരങ്ങളുണ്ട്. മരങ്ങൾ കൂടുതലും റിക്കവറാക്കും. നിറയെ പേരുണ്ട്. ഇപ്പം നമ്മൾ പോകുമ്പോഴേക്കും അവിടെ ചുറ്റും ആൾക്കാരായി ഓടിക്കുന്നുണ്ട്. നല്ല ചൂടായത് കാരണം ഇന്ന് തൊട്ടേ അവർ തുടങ്ങിയായിരുന്നു രാവിലെ. നമ്മൾ പിന്നെയും 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. നല്ല ചൂടും വെയിലും കാരണം ഇങ്ങനെ നിന്നിട്ട് കാണുമ്പോഴേക്കും ക്ഷീണം പിടിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങളങ്ങനെ ലൊക്കേഷനിലെത്തി. നമ്മൾ ടൈം ചെയ്ത് ലൊക്കേഷനാണ്. ഇതൊരു സ്ട്രെയിറ്റ് ട്രാക്കല്ല. വണ്ടി വന്നിട്ട് ടൈം ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് അതേ ട്രാക്കിലൂടെ തിരിച്ചു പോകുന്ന ലൊക്കേഷനിലാണ് നമ്മളിപ്പോഴുള്ളത്. ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ യെല്ലോ റിബൺ കെട്ടിയിരിക്കുന്നില്ലേ, ആ റിബണിൽ വണ്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടച്ച് ചെയ്യുന്ന സമയത്ത് 10 points കട്ടാകും. അങ്ങനെ എന്തോ ആണ് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ചാരുവിനെ താഴെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാരു വീണു പോകുന്നില്ല കണ്ടീഷനായതുകൊണ്ട് ഞങ്ങൾ എടുത്ത് തന്നെ നിൽക്കേണ്ടി വന്നു. താഴെയും വണ്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ഏതോ വണ്ടി കുടുങ്ങി കിടക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ വണ്ടികൾ മത്സരം കഴിഞ്ഞിട്ട് പോകുന്നതാണോന്ന് അറിയില്ല. കുറേ വണ്ടികൾ അങ്ങനെ ബാക്കിൽ കൂടെ പുറത്തേക്ക് എക്സിറ്റ് ആവുന്നുണ്ട്. അതിലേക്ക് കൂടി വേറെ വണ്ടി എക്സിറ്റ് ആവുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന കണ്ണൂരിലുള്ളവർ മാത്രം കേട്ടോ. കേരളത്തിലുള്ള അഡ്വഞ്ചറസ് ക്ലബും അങ്ങനെ കുറേ സ്പോൺസേഴ്സും കാര്യങ്ങളും എല്ലാം ഇടപെട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ് ഇത്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നിങ്ങളിനി ഇതിൻ്റെ വണ്ടി ട്രാക്കിൽ കയറിയിട്ടുള്ള ശരിക്കുള്ള ഓഡിയോ ഒന്ന് കേട്ട് നോക്കട്ടോ.
അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ട്രാക്ക് കണ്ട് കുറേ വണ്ടികൾ വരുന്നത് കണ്ടു. അതിനുശേഷം പിന്നെ അടുത്ത ട്രാക്കിലേക്ക് പോകാമെന്നുള്ള ചിന്തയിലായി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇങ്ങനൊരു ജീപ്പ് കണ്ടത്. ഈ ജീപ്പിലാണെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിക്കുന്നു കേട്ടോ. ഈ ട്രാക്കിൽ ഓടിയിട്ട് എന്തോ തട്ടിയിട്ടോ കല്ല് തട്ടിയിട്ടോ മറിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു എവിടെയൊക്കെയാണ് ട്രാക്ക്. ഞങ്ങൾ ഫസ്റ്റ് കണ്ട ട്രാക്കിലേക്ക് നമ്മൾ പോയത്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ താഴേക്ക് നീങ്ങിയതാണ് കേട്ടോ. താഴേക്ക് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ താഴേക്ക് വേറൊരു ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവിടത്തേക്ക് പോവാം. ഈ പോകുന്ന വഴിയിലെല്ലാം കാണാം കുറേ ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്ന. അവരുടെ മത്സരം കഴിഞ്ഞിട്ട് നിർത്തിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. കുറേ പേര് വണ്ടികൾ കയറി പോകുന്നുണ്ട് പുറത്തേക്ക്. ഇതൊക്കെ കണ്ടോ, ജീപ്പ് ചേസ് കട്ട്. ഇങ്ങനെയുള്ള ജീപ്പിനൊക്കെ ഒരുപാട് ലക്ഷം, പുതിയ വണ്ടീൻ്റെ പൈസ ഉണ്ടാവും കേട്ടോ. അവരുടെ ആ ഒരു സ്പിരിറ്റ് കാരണം, ഇതിനോടുള്ള താല്പര്യം കാരണം അവരിതൊക്കെ ചെയ്ത് സസ്പെൻഷനായാലും എല്ലാം ചെയ്ത് അത് മോഡിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാ ടെറൈനിലും ഓടിക്കാനുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ട്രാക്കിലെത്തി. അവസാനം എത്താൻ പറ്റുന്ന ട്രാക്കിൽ അവിടെ ചെന്നെത്തി. ഈ ട്രാക്ക് എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ് ട്രാക്കാണ്. ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് റഫായിട്ടുള്ള ട്രാക്ക് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ഫിനിഷിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്ന് വണ്ടികൾ ഇവിടുന്ന് എക്സിറ്റായി പോവുകയാണ്. ഈ ട്രാക്കിൽ വന്നിട്ട് നിങ്ങൾ കണ്ടു കേട്ടോ. അരങ്ങാവാ എപ്പോ അച്ഛനോടെ എടുക്കാൻ പറയണേ. ഹലോ ഈ റോഡ് അങ്ങോട്ടേക്ക് അതിലൂടെ കയറുണ്ട്. ഞാൻ ആറ് പോയി കുടുങ്ങാടേക്ക് വാ അടയ്ക്കാം.
എല്ലാവരും പോയിരുന്നു. അല്ലേ മൈക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ട് ആർക്കും മനസ്സിലായി എല്ലാവർക്കും വേണ്ടത് ഇതാണ്. എല്ലാവരും അതേ കാണാൻ നിൽക്കുന്നത് ഇവിടെ വരും ആളുകൾ ഇതാ വേണ്ട മൊത്തം ആളായി. കൈവെക്കല്ലേ അമ്മ നീ അങ്ങ് പോലെ
ഓക്കെ ചാരി കാലും കൊണ്ട് പുറത്ത് വെക്കും അങ്ങനെ വെക്കും നീർത്തിട്ടാ പിന്നെ റിയാസ് മാറിക്കാൻ ചിലപ്പോൾ കുട്ടിയെ ഒന്നടിക്കും മരം പൊട്ടോ അങ്ങനെ അങ്ങനെ കോപ്പിയെല്ലാം കൊണ്ട് തന്നെ ഉല്ലാസത്തിലെ ബർത്ത്ഡേ സ്റ്റേജിൽ സംഭവം അറിയില്ല. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ട് തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ മടങ്ങി, പരിപാടി നടന്നുകൊടുക്കുന്ന അത്രയും, പക്ഷെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. എന്നുവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇരുട്ടായി കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരിക്കും. പിന്നെ ചാരുവൊക്കെ ടയേർഡായി കേട്ടോ. ഓൾറെഡി പുറത്തേക്ക് ആൾക്കാർ കുറേ പേരൊക്കെ പോയി തുടങ്ങി, കുറേ പേര് വന്നുകൊണ്ടുണ്ട്. ഇതൊക്കെ അവർ കമ്പനി വണ്ടി കേട്ടോ, ഓരോരോ ക്ലബിൻ്റെയും ഓരോ ഗ്രൂപ്പിൻ്റെയൊക്കെ വണ്ടിയാണ്. അവരൊക്കെ കുറേ പേര് ഡാമേജ് പ്രശ്നമുള്ളത് കാരണം സൈഡാക്കി വെച്ചിട്ടുണ്ട്. കുറേ പേര് മടങ്ങി പോകുന്നുണ്ട്, കുറേ പേര് നാളത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നു. നാളെയും പ്രോഗ്രാമുണ്ട്, നാളെയും കോമ്പറ്റീഷൻ ഉണ്ട്. ഇതുണ്ടോ, ഒരു റിക്കവറി തന്നെ 2 വണ്ടിയൊക്കെ വെച്ച് കൊണ്ടുപോകുന്നു. ഞങ്ങൾ മടങ്ങി, ഞങ്ങൾ വണ്ടി വെച്ചെടുക്കുക എത്തി, തിരിച്ചു പോകാനുള്ള യാത്രയാണ്. അപ്പോൾ
നാട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുവാന്ന്. പോകുന്ന വഴിയിൽ ഇവർക്ക് ഇറങ്ങാനുള്ളതാണ്. അതുവരെ അവർ ലിഫ്റ്റ് ചോദിച്ചിട്ട് ആ വണ്ടിക്കാരൻ അവരോട് ഓക്കെ കയറിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയിരിക്കുക. അതിലിരുന്നോ ആയിടത്തു ഇപ്പത്തേക്കൂടെ ഓടിക്കണേ കോട്ടയത്തേക്കാണ്. എന്ത് ധൈര്യത്തിലാ കയറിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അല്ല അവർക്കറിയാം വായട്ടക്കാന്ന് മേടിച്ചായിരിക്കുന്നു. അയ്യോ ഒരു മേടിയില്ല. പഠിക്കോ പള്ളി, ക്രിസ്ത്യൻ പള്ളി. നമ്മുടെ അമ്പലം പോലെ അമ്മാൻ്റെ പള്ളി പോലെ വേറൊരു ക്രിസ്ത്യൻ പള്ളി.